Praise be to God's name. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നിശ്ചലമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. I give my greetings to every one of you in the matchless name of our Lord and Savior Jesus Christ. നമുക്ക് ഈ 2020 അവസാന മണിക്കൂറുകളിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Let's praise and thank God for allowing us to be present here in the last hours of this year. നമുക്കറിയാം 2020 ചരിത്രത്തിലെ കറുത്ത ഒരു അധ്യായമായിട്ട് അല്ലെങ്കിൽ കറുത്ത വർഷമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് we can understand that the year 2020 is a black chapter or a black year in the history of mankind. വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു വർഷമായി നമുക്ക് 2020 മനസ്സിലാക്കാനായിട്ട് കഴിയും. We can understand the year 2020 as a year of uncertainty. അത് ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലല്ല, ലോകമെമ്പാടും ഇതുപോലെ വ്യാപിച്ച ആ ഒരു രോഗത്തെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. When we look through history, we don't see any disease that has impacted all the people living in the world throughout the history. എന്നാൽ അതിന്റെ നടുവിൽ വലിയവനായ ദൈവം നമ്മെ പരിപാലിച്ചു, സൂക്ഷിച്ചു, സംരക്ഷിച്ചു. അതോർത്ത് ആയിരം സ്തോത്രയാഗങ്ങൾ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ. But in the midst of that, the Lord has kept and preserved us, so we can give thousands and thousands of thanks in His name. നമുക്ക് വളരെ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. Trusting the Lord, I would like to share a short message with you. അതിന് ആധാരമായിട്ട് നമുക്ക് സദൃശവാക്യങ്ങളിൽ നിന്നും സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's read Proverbs chapter 3 verse 5 to 10 in this connection. അതിലെ 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ ധരിച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷവും വിട്ടുമാറുക, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അപ്പോൾ ഈ വായിച്ച ഭാഗത്ത് നിന്നും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള 4 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. From the passage that we read from Proverbs chapter 3 verse 5 to 10, I would like to bring to your attention 4 words which you can keep in your hearts. അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും സൗഖ്യത്തിനും നിദാനമായി തീരും എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട്. These words that we are going to meditate will be unto us, give us peace, joy and health in the coming year. അതിലെ 8-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. Verse 8 reads like this: It shall be health to thy navel and marrow to thy bones. ചുരുക്കത്തിൽ നമുക്ക് ആരോഗ്യവും സന്തോഷവും നമ്മുടെ അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. നാം ഈ ഭാഗത്ത് നിന്ന് ഉള്ള ചിന്തകൾ നാം പഠിച്ച് അതനുസരിക്കും. If we study the thoughts from this passage and follow it, then it will be health to our body and it will bring coolness to our bones and it will bring peace and joy in our hearts. അസ്ഥികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലുകൾ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് എല്ലിൽ തുടങ്ങുന്ന എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 4 വാക്കുകൾ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. Born in Malayalam, it starts with the letter L. So I would like to bring before you 4 words that start with the L today. ആർക്കും ഉറക്കമൊന്നും വരുന്നില്ലല്ലേ? I hope you are not feeling asleep. അപ്പോൾ ഒന്നാമതായിട്ട് 5-ാം വാക്യത്തിൽ ഓൺ ദ ലോർഡ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. So the first point is lean, which we see in verse 5. Lean on the Lord. Lean on the Lord. രണ്ടാമതായി 6-ാം വാക്യത്തിൽ നിന്ന് learn from the Lord, കർത്താവിൽ നിന്ന് പഠിക്കുക. learn. And the second thing we see in verse 6 is learn from the Lord. ഇനി അതിലെ 7-8
വീണ്ടും വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള വാക്ക് ലീവ്, ലീവ്, LEAVE, ലീവ്. അഥവാ ലീവ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു മലയാളം അതിന്റെ ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെ, മലയാളത്തിലെ വാക്ക് ഞാൻ വിട്ടുമാറി, സകലവിധ ദോഷവും വിട്ടുമാറി. And the third point is leave from all evil. We see in verse 7. ഒടുവിൽ 9ഉം 10ഉം വാക്യങ്ങളിൽ നിന്ന് lend to the Lord. And from verse 9 and 10 it is lent to the Lord. അഥവാ ദൈവത്തിന് ലോൺ കൊടുക്കും. Otherwise we give a loan to our Lord. അപ്പോൾ 4 വാക്കുകൾ നാം ഇവിടെ പറയുണ്ടായി. So we considered 4 different words. ഒന്ന് lean, first is lean, 2 learn, second is learn, 3 leave, third is leave, 4 lend. and fourth word is lent. ഈ 4 വാക്യങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിൽ പോരാ, നമ്മുടെ ഹൃദയത്തിൽ വരുന്നൊരു വർഷം സൂക്ഷിച്ചാൽ തീർച്ചയായും നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, ആനന്ദകരമായിരിക്കും എന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനിലൂടെ വലിയവനായ ദൈവം. The great God through the wisest of the wise Solomon, he is telling us that if we keep these 4 words not in our memory but in our hearts, it's going to bring joy and peace in our life in the coming year. ഒരു പിതാവ് മകന് കൊടുക്കുന്ന ഉപദേശമായി നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് we can understand that this is an advice given by a father to his son. സ്വർഗീയ പിതാവ് തന്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഉപദേശമാണ്. This is an advice given by Heavenly Father to his children, which is each one of us sitting here. ഇത് നമ്മുടെ തലച്ചോറിൽ ഇരുന്നാൽ പോരാ, പിന്നെയോ തലയിൽ നിന്നും ഒരടി താഴെ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുകയും അത് പാലിക്കുകയും ചെയ്യും. It is not to be just kept in our brain, but it has to travel 1 foot down and it has to dwell in our hearts. ഒന്നാമതായിട്ട് നമുക്ക് lean on the Lord, ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക. അതിലെ 5ാമത്തെ വാക്യം. In verse 5 we read, lean on the Lord, or in other words, trust in the Lord with all your heart. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയ നാം നമ്മുടെ കർത്താവിൽ എത്രമാത്രം, അല്ലെങ്കിൽ കർത്താവിനെ എത്രമാത്രം മുറുകെ പിടിച്ചിട്ടുണ്ട്, കർത്താവിൽ എത്രമാത്രം ആശ്രയിച്ചിട്ടുണ്ട്. And when we look back in the last 1 year, how much have we leaned closer to Lord, or how much have we trusted Him? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്ര ശതമാനം നാം നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചു? In all areas, walks of our life, how much percentage have we trusted in the Lord or walked with Him? മനുഷ്യർ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് ഒരു സർവേക്ക് വേണ്ടി ഞാനൊന്ന് പരതി നോക്കി. I searched to find a survey on this matter in this world. 1981 ഒരു സർവേയെ കുറിച്ച് എനിക്ക് വായിക്കുവാനായിട്ട് I was able to read about a survey that was conducted in 1981. അതിലെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വാട്ടർ ക്രോൺകൈറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിലാണ് 40% പേര് ആശ്രയിച്ചിരുന്നത്. അമേരിക്കയിൽ. In America, there was a person by name Walter Cronkite, and around 40% of the people who lived in USA trusted in him. അദ്ദേഹം ഒരു മീഡിയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അമേരിക്കയിലെ ഏതാണ്ട് 20 വർഷത്തോളം മോസ്റ്റ് ട്രസ്റ്റഡ് പേഴ്സൺ ഇൻ അമേരിക്ക എന്നുള്ളതാണ്. He was a media journalist and he was known as the most trusted person for nearly 20 years. 26% പേര് പോപ്പ് ജോൺ പോളിലാണ് ആശ്രയിച്ചിരുന്നത്. And 26% of the people trusted in Pope John Paul. ബില്ലി ഗ്രഹാമിൽ 6%. And 6% believed in Billy Graham. ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത്. And sadly, but only 3% trusted in the Lord. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും നാം അങ്ങനെയാണ്. ഇവിടെ എന്താ പറയുന്നത്? നീ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Many times we may be also be like this. Here this verse says, trust in the Lord with all thy heart and lean not unto thine own understanding. ഈ ഊന്നുവടി എന്നുള്ള ഒരു പ്രയോഗം, ഊന്നരുത്, ഊന്നുവടി എന്നുള്ളത് നമുക്ക് മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ്. In Malayalam there is a usage like a walking stick or a stick to lean on. നമുക്കൊരു രോഗമോ അല്ലെങ്കിൽ നടക്കാൻ വയ്യായൊക്കെ വരുമ്പോൾ നാം ആശ്രയിക്കുന്ന ഊന്നുവടി.
And this is a walking stick which we use when we are not able to walk properly. നമ്മുടെ ജീവിതത്തില് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നാം ആരിലാണ്? സ്വന്തം വിവേകത്തിലാണ് പലപ്പോഴും ആശ്രയിക്കുന്നത്. Even though we say we trust in the Lord, but when troubles and the problems come in front of us, we tend to trust in our own understanding. അനേകർ രക്ഷയിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം അത് തന്നെയാണ്. അവരെപ്പോഴും സ്വന്തം വിവേകത്തിലാണ് ആശ്രയിക്കുന്നത്. Many people are not able to enter into salvation because they have learned to trust on their own understanding. എന്നാൽ ദൈവികമായ ജ്ഞാനത്തിൽ നാം ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ പാതയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. But only when we trust in godly wisdom can we go in the right path. സ്വന്തം വിവേകം എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ആശയം? പലപ്പോഴും നാം നമ്മിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ പലപ്പോഴും മനസ്സിലാവും. Own understanding means that we are trusting in ourselves and we are not willing to trust in the Lord. എന്നാൽ പ്രിയമുള്ളവരെ, വരുന്ന ഒരു വർഷം നമുക്ക് ലീൻ ഓൺ ദ ലോർഡ്, പൂർണ്ണമായി നമുക്കൊരു തീരുമാനത്തോടെ പോകാം. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, വൈതരണികൾ വന്നാലും, ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ ജീവിതയാത്ര തുടരും. But in this coming 1 year, let's take this decision that whatever happens, I will completely trust in the Lord and lean on Him. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ യോശുവയും മൂപ്പന്മാരും ഇസ്രായേൽ ജനങ്ങളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ മുമ്പേ ഈ വഴിക്ക് പോയിട്ടില്ലല്ലോ. And we come to Joshua 3 and Joshua and the elders tell to the people, there are ways which you have not gone before. എന്നാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ വഴിക്ക് പോയിട്ടില്ല, എന്നാൽ എനിക്കറിയാൻ വഴി. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പേ പോകുന്നു, നിങ്ങൾ എന്റെ പിന്നാലെ വന്നാൽ മതി എന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. From that passage we understand what Joshua is telling the people is, you may not have gone in this path before, but you follow me and come behind me, then I will be able to lead you and go forward. 2021 എങ്ങനെയുള്ള ഒരു വർഷമായിരിക്കും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. We are not able to say what kind of year 2021 will turn out to be. എന്നാൽ ദൈവജനം ഭയപ്പെടേണ്ട ആവശ്യമില്ല. But God's children do not have to be afraid. കാരണം നമുക്ക് മുമ്പേ പോകുന്ന ഒരു കർത്താവുണ്ട്. Because there is a Lord who goes in front of us. ഇസ്രായേൽ ജനങ്ങളോട് പിന്നെയും യോശുവ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടകത്തെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണം. And after that Joshua is telling the people, look at the ark and go forward. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, പ്രത്യുത പെട്ടകത്തെ നോക്കി നിങ്ങൾ മുമ്പോട്ട് പോകണം. You should not look at the priests who are bearing the ark, but you should, instead of that, you should look at the ark and follow the ark. അതെന്താണ് വിളിച്ചറിയിക്കുന്നത്? നാം പുരോഹിതന്മാരെയല്ല നോക്കേണ്ടത്, മറ്റുള്ളവരെയല്ല നോക്കേണ്ടത്, മറ്റുള്ളവരെയല്ല ആശ്രയിക്കേണ്ടത്. പ്രത്യുത നമ്മെ വിളിച്ച് വേർതിരിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട്, ലീൻ ഓൺ ദ ലോർഡ്, അവനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് പോകുമെങ്കിൽ തീർച്ചയായും ഏറ്റവും സന്തോഷകരമായി. What does it tell us? We should not follow the priests and other people who are around us, but we should only trust in the Lord and we should hold fast to Him and we should be able to lean on Him. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നാം എന്താ ചെയ്യേണ്ടത്? അവനെ മുറുകെ പിടിക്കേണ്ടതിന് വേണ്ടി നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, നാം സ്വന്തം വിവേകത്തിൽ. Two things we learn here is to lean on Him. First thing, we should not trust in our own understanding. രണ്ടാമതായിട്ട് നാം കർത്താവിനെ പൂർണ്ണമായും അനുസരിക്കണം. And secondly, we should fully obey our Lord. നാം നമ്മിൽ തന്നെ ഊന്നുകയും നമ്മിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്താൽ ജീവിതയാത്രയിൽ തീർച്ചയായും നാം ഭയപ്പെടും. If we lean on ourselves and we trust in ourselves, then definitely we will be filled with fear. നമുക്ക് ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. There is no moment in our life when we will be bold enough to go forward. അത്രത്തോളം പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഉയർച്ച താഴ്ചകളും നിറഞ്ഞതാണ് ഈ ലോക ജീവിതം എന്നുള്ളത് കഴിഞ്ഞൊരു വർഷത്തിൽ കൂടുതൽ നമ്മെ മനസ്സിലാക്കി ദൈവം തന്നിരിക്കുന്നു. The last 1 year, the Lord has taught us that there is problems and challenges and highs and lows that is going to happen in our life. ഇനി രണ്ടാമതായിട്ട് എന്താ? Learn from the Lord. കർത്താവിനെ പഠിക്കുക, കർത്താവിൽ നിന്ന് പഠിക്കുക.
Second thing is learn from the Lord or learn about the Lord. 3 മുതൽ 3-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ. Verse 6 reads like this: in all thy ways acknowledge him, and he shall direct thy paths. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നെ പഠിപ്പീൻ. Matthew 11:29 says that take my yoke upon you and learn of me. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കർത്താവിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മുടെ പാതകളിൽ നാം ദൈവഹിതം അനുസരിച്ച് ഓരോ നിമിഷവും മുമ്പോട്ടുപോകാനുള്ള കൃപ നമുക്ക് ലഭിക്കും. When we learn from the Lord, God will give us the grace so that we will be able to fulfill His will in our life and go forward. എങ്ങനെയാണ് നമുക്ക് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? How do we know the will of God in our life? അതൊരു വലിയ വിഷയമാണ്. That's a great subject. എന്നെ കുറിച്ചുള്ള ദൈവഹിതം ചിലർ പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, എന്നെ കുറിച്ചുള്ള ദൈവഹിതം എല്ലാം ദൈവം അങ്ങ് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് അങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റും. Many people say, even I say, that if God could only tell me His will about me, I could easily follow that path. ദൈവം അങ്ങനെ പറഞ്ഞെന്ന് എനിക്കട്ടെ. Imagine God told me what He wants from my life. നാം വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ദൈവം നമ്മോട് പറഞ്ഞാലും നമുക്ക് വളരെ എളുപ്പത്തിൽ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാമെന്ന്? Do you think that even if the Lord tells us, we'll be able to follow Him quite cheerfully? ഇല്ല. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണല്ലോ. ക്രിസ്മസ് കാലത്ത് നമ്മൾ ഓർക്കുന്നതാണ് 3 വിദ്വാൻമാർ നക്ഷത്രം കണ്ട് കർത്താവിനെ കണ്ടെത്താനായിട്ട് വന്നു. Now is the season of Christmas, and we remember that about the 3 wise men who looked at the star and they came to visit the Lord Jesus Christ. അവരുടെ പാതയ്ക്ക് മുമ്പേ ഒരു നക്ഷത്രത്തെ ദൈവം നിർത്തി. To lead them on the way, God kept a star in front of them. എന്നാൽ അവരുടെ വഴി വളരെ സന്തോഷകരമായിരുന്നു. Do you think that their journey was very happy? ഒരിക്കലും ആയിരുന്നില്ല. അവർ അനേക വർഷങ്ങൾ എടുത്തു. കൃത്യമായിട്ട് പറയുന്നില്ല, ചില വർഷങ്ങൾ തന്നെ എടുത്തു. അവർ വളരെ കഷ്ടതയിലൂടെയാണ് യാത്ര ചെയ്ത് നക്ഷത്രത്തെ മാത്രം നോക്കിക്കൊണ്ട് അവര് പലവിധമായ ത്യാഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് അതിന്റെ പിന്നാലെ പോയത്. These wise men, they only looked at the star, and in front of them there were problems and challenges, and overcoming them they followed the star. It may have taken them even years to reach this place. ഒടുവിൽ അവർ കർത്താവിനെ കണ്ടു. Finally they found the Lord. നാം ദൈവവചനം പരിശോധിച്ചാൽ പഴയ നിയമ നാളുകളിൽ പലപ്പോഴും ദൈവം വിവിധ നിലകളിൽ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അരുളപ്പാടുകളിലൂടെയൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി നാം കാണാൻ. When we examine the Old Testament scriptures, we can see through visions and dreams and His oracles, the Lord spoke to the people. എന്നാൽ പുതിയ നിയമത്തിലാണ് പഴയ നിയമത്തെക്കാളും വളരെ വ്യക്തമായി നാം ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുവാനുള്ള ക്രമീകരണം നമ്മുടെ ദൈവം. But it's more in the New Testament that the Lord has made arrangements for us so that we can truly understand the will of God in our life. അതിലെ 3 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. I'll tell 3 things about this. ഒന്ന്, റോഡ് മാപ്പ് നമ്മുടെ കർത്താവ് നമുക്ക്. നമ്മുടെ ജീവിത യാത്രയിലെ റോഡ് മാപ്പ് നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. Firstly, the Lord has given us a road map so that we can lead our life each day, each moment. അതിനെയാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. That is called of the word of God. ദൈവവചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവിൽ നിന്ന് പഠിക്കുകയും ചെയ്താൽ മാപ്പ് വളരെ കൃത്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നാം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ള വ്യക്തമായ മാപ്പ് പൂർണ്ണമായി എഴുതി ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കും. The Lord has given to us a very complete roadmap in front of us. When we read and study and understand, we can know the will of God in our lives. Yes. 3, ഒരു GPS ഗൈഡ് നമുക്ക് നൽകി. Thirdly, He has given us a GPS guide. അതാരാണ്? പരിശുദ്ധാത്മാവ്. That is the Lord Holy Spirit. ഇനി ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാം എന്ത് ചെയ്യുന്നില്ല? ശരിയായ നിലയിൽ കർത്താവിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. In spite of all this, if you are not able to understand the will of God in our life, we have to know that we are not truly learning from the Lord. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയങ്ങളിലൂടെ നാം കടന്നു പോയാലും ആ വിഷയങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം ദൈവവചനം നമുക്ക് നൽകി തരുന്നുണ്ട്. Whatever be the subjects or problems in our life, on each matter,
God's word is giving us an answer. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് വളരെ മൗനമെങ്കിലും വാചാലമായി സംസാരിക്കുന്നുണ്ട്. The Holy Spirit is speaking to our heart, even though quiet but quite eloquently. നമ്മുടെ മനസ്സാക്ഷി കൃത്യമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. The conscience is speaking very clearly to us. അപ്പോൾ നാം ശരിയായ നിലയിൽ ദൈവവചനം പഠിച്ച് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ നിറവിൽ നാം ആത്മനിറവിൽ നാം ജീവിക്കുമെങ്കിൽ തീർച്ചയായും ദൈവഹിതം അറിഞ്ഞ് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കുവാനായിട്ട്. If we study and understand the word of God and live under the control of the Holy Spirit, then we will definitely be able to understand the will of God in our life. ഇവിടെ നാം പറയുന്നത് നമ്മുടെ പാതകളെ നേരെയാക്കുമെന്നാണ് പറഞ്ഞത്. It says that it will make your path straight. ഈ പാതകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ പാതകൾ വലിയ ഉയർച്ച താഴ്ചയുള്ള പാതകളാണ്. വളവും അതുപോലെ തന്നെ കയറ്റം ഇറക്കം ഒക്കെയുള്ള പാതകളാണ് എന്നുള്ളത് നമുക്ക് ശരിയായ ഒരു പ്ലെയിൻ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. In a very plain meaning, we can understand that it speaks about the paths in our life. It will be high, low, or it may be crooked. ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. To every little plan add a little prayer. There is a saying in English, to every little plant add a little prayer. ഏത് ചെറിയ കാര്യത്തിനായാലും നമ്മൾ എന്ത് ചെയ്യുക? വരുന്ന പുതിയ വർഷത്തിൽ add a little prayer. Even for a very small matter in this coming new year, let's start with a word of prayer. ഈ നമ്മുടെ ജോസ് ബ്രദർ എപ്പം ഒരു ചെറിയ ട്രിപ്പ് ആണെങ്കിലും ഇവിടുന്നിപ്പോ നമ്മളിപ്പം എന്താ വിളിച്ചിന്ന് ഡാനോങ്ങി വരാനാണെങ്കിലും ജോസ് ബ്രദർ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന. Our Jose brother, even for a very short trip, when he's going in the car, even if it's from Endovince to Dandenong, before he starts the journey, he utters a small prayer. To every little plan, add a little prayer. To every little plan, they say, add a little prayer. അതൊരു നല്ല മാതൃകയാണ്. That's a good example. നമ്മളൊക്കെ പലപ്പോഴും വളരെ വിദൂരതയിലോട്ട് പോകുമ്പോഴാണ് പ്രാർത്ഥിക്കാറുള്ളത്. Many of us, when we travel a long way, we start with a word of prayer. നമുക്ക് ചെറിയ കാര്യങ്ങളെന്ന് തോന്നുന്നു ഒന്നും കർത്താവിനോട് ചോദിക്കാറില്ല. We say, think that small matters, let's not trouble the Lord. വലിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നത് മാത്രമേ കർത്താവിനോട് പറയാറുള്ളൂ. We only share big things with our Lord. എന്നാൽ അങ്ങനെയല്ല. നാം പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിൽ ആശ്രയിച്ച് ആത്മനിറവോടെ നമ്മുടെ ജീവിതയാത്ര പുതിയ വർഷത്തിൽ നാം മുമ്പോട്ട് പോവുക എന്നുള്ള ക്രമീകരണത്തിൽ നാം മുമ്പോട്ട് പോയാൽ തീർച്ചയായും കർത്താവ് നമ്മെ സഹായിക്കും. But if we take this attitude and in this new year, if we follow this way, definitely the Lord will help us. പലപ്പോഴും നമുക്ക് GPS വെച്ച് പോയാലും ചിലർ GPS-നെ ആശ്രയിക്കാറില്ല. Even though we keep a GPS, many people don't follow the GPS. അത് GPS പറയുന്നതും പലപ്പോഴും കേൾക്കാറില്ല. And they don't even hear what the GPS is telling them. അതുപോലെയാണ് പലപ്പോഴും നാം ഞാൻ GPS എനിക്ക് അല്ലാതെ അറിയാത്തതുകൊണ്ട് GPS വെച്ചാൽ GPS പറയുന്നതോടെ ഞാൻ അങ്ങ് പോകും. Because I don't know the way, many times I follow the GPS blindly. ചിലപ്പോൾ നമ്മളെ എവിടെങ്കിലും ഒക്കെ ഇട്ട് കറക്കിയാലും അത് എങ്ങനെയെങ്കിലും നമ്മളെ എവിടെ കൊണ്ടാക്കും. Even though it may take us in a long way sometimes, but finally it will make us reach our destination. ദൈവം നമുക്ക് ഈ നിലയിൽ എല്ലാം ദൈവം അറിയുവാൻ അവസരങ്ങളും ക്രമീകരണങ്ങളും നൽകിയിട്ടും നാം പലപ്പോഴും ഇതിലൊന്നും ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുമ്പോട്ട് പോകുന്നത്. Even though God has given us opportunities and ways to understand many things, but we try to follow our own feelings and go forward. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും റോങ് ടേണുകൾ എടുക്കുവാൻ നാം നിർബന്ധിതരാകുകയും പലപ്പോഴും ബുദ്ധിമുട്ടുകളിൽ ചെന്ന് ചാടുകയുമാണ് ചെയ്യുന്നത്. Because of this, many times we take wrong turns and we fall into problems. സമയം വളരെ മുമ്പോട്ട് പോകുന്നത് പാതകൾ എന്ന് പറയുമ്പോൾ പാതകളെ നേരെയാക്കുക എന്ന് പറയുമ്പോൾ കേവലം പാതകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, വൈതരണികൾ, നമ്മുടെ ആ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് നേരെയാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് മനസ്സിലാക്കേണ്ടത്. Even though this verse only speaks to us about the ways, but it also includes disease, sadness, challenges and problems, and the Lord is able to help us overcome all these issues. അപ്പോൾ ഒന്നാമതായി lean on the Lord, രണ്ടാമതായി learn from the Lord. So we saw two things now, lean on the Lord, and secondly learn from the Lord. മൂന്നാമതായി leave, ദോഷം വിട്ടുമാറി, leave or live for the Lord, live for the Lord. കർത്താവിന് വേണ്ടി ദോഷം വിട്ടകന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുക.
the third point is leave evil and live for the Lord. അപ്പൊ ഇവിടെ എന്താ നാം ദോഷം വിട്ടുമാറണം എന്നിവിടെ പറയുന്നു. ഇവിടെ മുകളിൽ തന്നെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാ നാം വിട്ടുമാറേണ്ടത്? ഇവിടെ തന്നെ വിട്ടുമാറേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. 7-8 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. Two things we are asked to leave in verse 7. Be not wise in your own eyes, fear the Lord and depart from evil. ഒന്നാമതായിട്ട് എന്താ? സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തമായിട്ട് നീ തന്നെ ജ്ഞാനിയാണെന്ന് നീ നിരൂപിക്കരുത്. നിനക്ക് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് നീ നിരൂപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത്. First thing is, be not wise in your own eyes. Don't think that you can do things on your own and go forward. രണ്ടാമതായിട്ട് സർവ്വവിധമായ ദോഷങ്ങളും വിട്ടുമാറണം. And secondly, leave all types of evil. ചുരുക്കത്തിൽ നാം ശുദ്ധീകരണം പ്രാപിക്കണം. In short, we should have sanctification. ഇവിടെ തന്നെ സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ വിട്ടുമാറേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. In Proverbs chapter 6 verse 16 to 19, it speaks of few things that we have. അഥവാ ദൈവത്തിന് വെറുപ്പായ 6 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. Or 6 things which the Lord abhors. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈകളും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും. There are 6 things mentioned here which the Lord is an abomination unto him. അപ്പോൾ ചുരുക്കത്തിൽ നാം സർവ്വവിധമായ ദോഷങ്ങളെയും വിട്ടുമാറി വിട്ട് ഓടണം, ശുദ്ധീകരണം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയൂ. We should run away or we should depart from all kinds of evil. Only then the Lord will be able to work in our life. യോർദാൻ നദിയുടെ തീരത്ത് ഇസ്രായേൽ ജനങ്ങൾ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളോട് യോശുവ പറയുന്നുണ്ട്, നാം ഈ യോർദാൻ നദി കടന്ന് നാം ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയ സ്വപ്ന ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനു മുമ്പായി നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. എന്നാൽ നാളെ ദൈവം നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്നവിടെ പറയും. When the people are standing on the shore of Jordan and with Joshua and they are willing to cross over, then Joshua is telling them that you should sanctify yourself and then you will see the wonders done by the Lord. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പോരായ്മകൾ, അവിശ്വസ്തകൾ വിട്ടുകളയേണ്ടതെല്ലാം നമുക്ക് വിട്ടുകളഞ്ഞ് മുറുകെ പിടിക്കേണ്ടതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് വരുന്ന ആ പുതിയ വർഷത്തിലേക്ക് നമ്മുടെ കാലെടുത്ത് വെക്കാം. And let's look back and leave all the shortcomings and failures, and looking forward, let's lean on to the good things that God has kept in front of us. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മിലൂടെ ദൈവത്തിന് അതിശയം പ്രവർത്തിക്കുവാനായിട്ട്. If so, the Lord will be able to bless us and He will be able to do wonders in our life. പുതിയ വർഷത്തിൽ നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാം, ആത്മഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാം. കർത്താവ് നമ്മെ സഹായിക്കും. In the new year, let's leave all the wrong things in our life and let's start producing fruit for the Lord, and spiritually may the Lord help us. ഇനി നാലാമത്തെ എല്ല് 9-10 വാക്യങ്ങൾ. Now the fourth L we see in verse 9 and 10 of chapter 3. അതിൽ 9-10 വാക്യങ്ങൾ, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. Honor the Lord with thy substance and with the first fruits, so shall thy barns be filled with plenty and thy presses shall burst out with new wine. ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? ദൈവം നമ്മെ വീണ്ടെടുത്തു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകി. The Lord is telling us that He has redeemed us and He has given us all that we need. കഴിഞ്ഞൊരു വർഷം കൊറോണയിലൂടെയൊക്കെ നാം കടന്നുപോയെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ ദൈവം നമ്മെ സഹായിച്ചു, അനുഗ്രഹിച്ചു. Even though in the last 1 year we went through the difficulties of corona, but financially the Lord has kept us safe. ദൈവം നമുക്ക് ജോലി നൽകി, സാമ്പത്തികമായി നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും മുട്ടില്ലാതെ വണ്ണം ദൈവം നമ്മോട് കരുണ കാണിച്ചു. The Lord gave us a job and financially He was merciful to us. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. But what the Lord wants from us is honor the Lord with thy substance and with the first fruits of all thine increase. നാം സാക്ഷ്യത്തിൽ കേട്ടതുപോലെ, പ്രിയ ജോണി ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, വരുന്ന ഒരു വർഷത്തിൽ ആ നിലയിൽ അനേകർക്ക് ആശ്വാസകരമായിരിക്കാൻ
അനേകരുടെ ജീവിതത്തിൽ ഒരു തണുപ്പായിരിക്കാൻ, അനേകരെ സാമ്പത്തികമായി സഹായിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുക്കാം. Like Johnny brother reminded us in the beginning, in the next year to be a comfort to others, to help others, may we prepare our hearts for that. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ എന്താ നാം വായിക്കുന്ന വിധവയുടെ 2 കാശിനെ കുറിച്ച് അവിടെ പറയുന്നു. Luke 21:3-4 it speaks of the 2 mites of the widow. അവിടെ എന്താ പറയുക? സമൃദ്ധിയിലും ഇല്ലായ്മയിലും നിന്ന് ഇടുവാൻ തക്കവണ്ണം നാം അഭ്യസിക്കേണ്ടതാണ്. And there it says that we should practice to give even in plenty or when there is a scarcity. പലരും പറയാറുണ്ട്, ദൈവം എനിക്ക് തരട്ടെ, തരുമ്പോൾ ഞാൻ അതിൽ നിന്ന് കൊടുക്കാം. എന്നാൽ അങ്ങനെയല്ല. Many people say that when the Lord gives to me, then I will be able to share from mine. വിധവയുടെ 2 കാശിൽ നാം മനസ്സിലാക്കേണ്ടതും അതാണ്. That is what we understand from the widow's mite. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം ഫിലിപ്പിയിലെ സഭ അപ്പോസ്തലനായ പൗലോസിനെ സഹായിച്ച കാര്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. In Philippians 4:18 and 19 we read that the Philippian church is giving gift to Apostle Paul. സദൃശവാക്യം 19-ാം അധ്യായം 17-ാം വാക്യം 19-17 നാം വായിക്കുന്നത്, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. In Proverbs 19:7 we see that he who is merciful to the poor is lending to the Lord. അപ്പോൾ ദൈവത്തിന് നാം എന്തുകൊണ്ടാണ് പറയുന്നത്? വായ്പ കൊടുക്കണം. So we are giving a loan to God. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷക്കാലം എത്രത്തോളം ദൈവത്തിന് വായ്പ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു? In the last year, how much we were able to lend to the Lord. വലിയവനായ ദൈവം, സർവ്വത്തിന്റെ അവകാശിയും അധികാരിയുമായ ദൈവം നമ്മോട് അവൻ വായ്പ ചോദിക്കുകയാണ്. And this God who is the owner of the universe, he is asking a loan from us. ദൈവം നമുക്ക് നൽകിയതിൽ നിന്ന് നാം അനുഗ്രഹ നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരാതെ ഇരിക്കുമ്പോൾ നാം ദൈവം നൽകിയ വായ്പ, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയതിൽ ദൈവം ചോദിച്ച വായ്പ നാം കൊടുക്കാതെ പിടിച്ചു വെക്കുകയാണ്. When we are not sharing our materials with others, then what the God has given us, we are refusing to lend to our Lord. എന്നാൽ പുതിയ വർഷക്കാലം നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിന് ധാരാളമായി ലോൺ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. But in the new year, may the Lord help us so that we may be able to give plentifully in loan to the Lord. അങ്ങനെയുള്ളവർക്ക് ദൈവം പറയുന്നത്, അവനെ അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. And to such a person the Lord says that your barn will be filled and your wine presses will pour. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 4 വാക്കുകളാണ് ഞാൻ ഇന്ന് ഓർപ്പിച്ചത്. I'm concluding my message here. I reminded you 4 words. എല്ലാവരും ആ വാക്കുകളൊന്ന് ഹൃദയത്തിൽ എഴുതി വെക്കുക, ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒന്ന്, lean on the Lord. Everyone please write it on the tablet of your heart. First thing is these 4 words, lean on the Lord. നാം ആശ്രയിക്കേണ്ടത് ലോകത്തിലല്ല, മറ്റുള്ളവരിലല്ല, പ്രത്യുത നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിനെ മുറുകെ പിടിക്കാം. വരുന്ന ഒരു വർഷക്കാലം we should not trust the world or people in the world, but let's lean on the Lord. Learn from the Lord. നാം ഒന്നും പഠിച്ചിട്ടില്ല. നാം കർത്താവിൽ നിന്ന് പുതിയൊരു വർഷക്കാലം കൂടുതലായി പഠിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള തീരുമാനത്തോടെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. We have not learned anything yet. Let's take a decision that we will learn more in the coming year from the Lord, new things. 3, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന്, പോരായ്മകൾ, അവിശ്വസ്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. അതെല്ലാം നമുക്ക് വിട്ടുകളയാം. അതിൽ നിന്നെല്ലാം നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ആ നിലയിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Let's get rid of the shortcomings and the mistakes in our life, and like it says that the God's will in our life is sanctification, and let's live in this manner. 4, lend to the Lord. നമുക്ക് പുതിയൊരു വർഷക്കാലം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹ നന്മകൾ നിന്നും ദൈവത്തിന് വായ്പ കൊടുക്കുവാൻ, അതുമൂലം അനേകർക്ക് ആശ്വാസം, അനേകരുടെ ജീവിതങ്ങളിൽ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. So in the coming year, may God help us so that from the goodness and blessings that He gave to us, let's give to others so that He may give comfort and peace on them. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 1, lean on the Lord. 2, learn from the Lord. 3, live or live for the Lord. 4, lend to the Lord. 4 things I reminded you: lean on the Lord, learn from the Lord, live for the Lord, and lend to the Lord. ഈ ചിന്തകൾ പുതിയൊരു വർഷക്കാലം
നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചാൽ ഇവിടെ പറയുന്നത് പോലെ, ശലോമൻ പറയുന്നത് പോലെ, അത് നിനക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. അത് നമുക്ക് വളരെ സന്തോഷം തരും, ആരോഗ്യം തരും എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് തണുപ്പായും സന്തോഷകരമായും തീരും. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ അജോയി ഈ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഒരു വർഷക്കാലം, ഒരു വർഷമൊന്നല്ല, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ പ്രിയ സഹോദരനെ നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം. So like it says in verse 8, it shall be health to thy navel and marrow to thy bones. So it is not only going to bring comfort and joy to us, but it's going to be shed this kind of joy and blessings to others also. So may God help us to live in this manner in the coming year.